നേരെ വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറ പോകുന്ന വഴിക്കുള്ള എസ്റ്റേറ്റിലെ കാഴ്ചയാണ്. ഇങ്ങോട്ടാണ് ഷോളിയാർ ഡാം ഒക്കെ പോകേണ്ടത്. കേരളത്തിലേക്ക് പോകേണ്ടത് വേറെ സൈഡ് കൂടിയാണ്. ഇതിനൊരു ഇതുണ്ട് ജംഗ്ഷൻ, അവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ ഷോളിയാർ ഡാം വേണമെങ്കിൽ പോവാം. കാരണം വാൽപ്പാറ, ഷോളിയാർ ഡാം, കിരുങ്ങാങ്കുടി. വാൽപ്പാറ ഇത് ഇങ്ങോട്ട് സൈഡ് തന്നെയാണ്. ഇവിടുന്ന് 20 കിലോമീറ്റർ ആണ് ഇനി മലക്കപ്പാറ ബോർഡർ വരെ. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. അടിപൊളി തന്നെ അല്ലേ, പച്ചപ്പും. മലക്കപ്പാറയിൽ ആനിമൽസ് ക്രോസ് ചെയ്യുന്ന ഏരിയ ഉണ്ട്, അതിലൂടെ നമ്മളിപ്പം പോകുന്നത്. കുറച്ചേ ഉള്ളൂ, അധികമില്ല. ഷോളാർ ഡാമിൻ്റെ ഒക്കെ അടുത്താണ്. ഇതാണ് നമ്മൾ മലക്കപ്പാറ പോകുന്ന വഴിക്കുള്ള കാഴ്ച തന്നെയാണ്. ഷോളയാർ ഡാമിലേക്ക് ഒഴുകുന്ന വെള്ളം, അവിടെ നിന്ന് വരുന്ന വെള്ളമൊക്കെയാണ് ഇത്. അടിപൊളിയല്ലേ. മനോഹരമായ കാഴ്ചയാണ്. ഇതിൽ ഷോളയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അടിപൊളി തന്നെ, എന്താ ഭംഗിയുള്ള കാഴ്ച. വേറൊരു വ്യൂ പോയിൻ്റാണ്. നേരെ കേരളത്തോട് അടുക്കും തോറും ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാം. ഷോലാർ ഡാം നമുക്കത് കാണുന്നത് കണ്ടോ. തമിഴ്നാട്ടിലെ ഷോലാർ ഡാം ഇതുവരെ അത് ക്രോസ് ചെയ്തിട്ടില്ല. ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് അതിരപ്പള്ളി റോഡിലൊക്കെ എത്തേണ്ടത്. ഇപ്പോഴും നമ്മൾ തമിഴ്നാട് തന്നെയാണ്. ചെക്ക് പോസ്റ്റ് കാണും. welcome എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനുള്ളത് ഷോളയാർ ഡാമിലാണ്. അതിരപ്പള്ളിയും വാൽപ്പാറ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ്, ഫേമസ് ഡാമാണ്. തമിഴ്നാട്ടിലാണ് ഇതുള്ളത്, ഷോളയാർ ഡാം. ഇവിടുന്ന് ഷോളയാർ ഡാം കേരള ബോർഡറിൻ്റെ അടുത്ത് തന്നെയാണ്.
ഒരു 7-8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ഭംഗിയുള്ള കാഴ്ചകളാണ്. കേരളം അങ്ങോട്ടാണ്. അതുവഴി ഇങ്ങനെ ഇറങ്ങി ഹെയർ പിന്നൊക്കെ ഇറങ്ങിയിട്ട് ചെല്ലണം അങ്ങോട്ടേക്ക്. അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, അടച്ചിട്ടുണ്ട്. വാൽപ്പാറ.